കേരളത്തിലെ ബി.ജെ.പിക്ക് ഇത് കഷ്ടകാലം. തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ സാധാരണ പ്രവർത്തകർ കടം കയറി ആത്മഹത്യ ചെയ്യുന്നു. അതേസമയം നേതാക്കൾ കോടികളുടെ ഫണ്ട് മുക്കി തടിച്ചു കൊടുക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലെ പകൽക്കൊള്ള സിനിമാക്കാരുടെ AMMA എന്ന സംഘടനയ്ക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന 2 കോടി. 3 MLA-മാരെ നിയമസഭയിൽ എത്തിച്ചതിന്റെ ആഘോഷം തീരും മുൻപേ പാർട്ടിയുടെ അടിവേരിളക്കുന്ന പുതിയ അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും നോക്കുകുത്തിയാകുമ്പോൾ കേരളത്തിലെ ബി.ജെ.പിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടി, തൊപ്പി, ഷാളുകൾ, മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങിയതിൽ വൻ തുക നേതാക്കൾ കമ്മീഷൻ അടിച്ചെടുത്തു എന്നതാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന പ്രശ്നം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ സംസ്ഥാന ഘടകങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പതിവ് ബി.ജെ.പി രീതി. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ അവ കേരളത്തിലേക്ക് എത്താൻ താമസിച്ചു. അപ്പോഴേക്കും 1.75 കോടി രൂപയ്ക്ക് കേരള നേതൃത്വം പ്രചരണ സാമഗ്രികൾ വാങ്ങാൻ കരാർ നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഓഫീസ് സെക്രട്ടറി എന്നിവരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഉത്തരേന്ത്യൻ സ്ഥാപനത്തിനാണ് കൊടികൾ നൽകാനുള്ള കരാർ ലഭിച്ചത്. എന്നാൽ ഈ കമ്പനി തിരുവനന്തപുരം ജില്ലയിലെ ചില ബി.ജെ.പി നേതാക്കളുടേതാണെന്ന് പിന്നീട് വ്യക്തമായി. മറ്റ് കൊട്ടേഷനുകൾ രഹസ്യമായി പരിശോധിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ തുക കാണിച്ച് ഇവർ കരാർ സ്വന്തമാക്കുകയായിരുന്നു. ഇതിനിടെ കേന്ദ്ര നേതൃത്വം 2 കോടിയുടെ കൊടികൾ തിരുവനന്തപുരത്ത് ഇറക്കി. പണം കൊടുക്കാൻ ആദ്യം സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെങ്കിലും പ്രമുഖ നേതാവ് ഇടപെട്ടതോടെ പണം കൈമാറപ്പെട്ടു. ഈ കൊടികളാകട്ടെ ഉപയോഗിക്കാതെ പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്നു. ഹെലികോപ്റ്റർ വാടക, വാഹന വാടക എന്നിവയിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി ആരോപണമുണ്ട്. വിവാദം പുകഞ്ഞതോടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 3 നേതാക്കളെ ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് കാട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ ഒരു സർക്കുലർ പുറത്തിറങ്ങി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത് നിഷേധിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ രൂക്ഷമായ വിഭാഗീയതയാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഇപ്പോൾ ഫണ്ട് തട്ടിപ്പ് അന്വേഷണത്തിൽ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖർ, P.K. കൃഷ്ണദാസ് എന്നിവരടങ്ങുന്ന കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി.ജെ.പിയിലെ അഴിമതി കഥകൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ നടന്ന വൻ അഴിമതിയിൽ ബി.ജെ.പി നേതാക്കൾ കുരുങ്ങിയിരുന്നു. ബാങ്കിന് ആകെ 4.16 കോടി രൂപയുടെ നഷ്ടമാണ് ഈ നേതാക്കൾ വരുത്തിവെച്ചത്. സഹകരണ ചട്ടം ലംഘിച്ച് ബാങ്കിന്റെ ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വായ്പയെടുത്ത ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉൾപ്പെടെയുള്ളവരോട് പണം പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിറക്കിയിരുന്നു. S. സുരേഷ് 43 ലക്ഷം രൂപയും RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് കൂടിയായ ബാങ്ക് പ്രസിഡന്റ് G. പത്മകുമാർ 46 ലക്ഷം രൂപയും തിരിച്ചടയ്ക്കണം. 16 അംഗ ഭരണസമിതിയിൽ 7 പേർ 46 ലക്ഷം വീതവും 9 പേർ 16 ലക്ഷം വീതവും തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. നേതാക്കൾ ഇത്തരത്തിൽ തടിച്ചു കൊഴുക്കുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ അവസ്ഥ എന്താണ്? സ്വന്തം പാർട്ടിക്കാർ തന്നെ കൈവിട്ടതോടെയാണ് ബി.ജെ.പി നേതൃത്വത്തിൽ വലിയശാലയിൽ പ്രവർത്തിക്കുന്ന വലിയശാല ഫാം ടൂർ സൊസൈറ്റിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കാരണം കൗൺസിലർ കൂടിയായിരുന്ന തിരുമല അനിൽ എന്ന പ്രവർത്തകന് ജീവനൊടുക്കേണ്ടി വന്നത്. അനിലിന്റെ ബാധ്യതയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് നേതാക്കൾ കൈകഴുകി. ഇത്തരത്തിൽ സ്വന്തം പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും പണത്തിന് പിന്നാലെ പായുന്ന ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് കേരളത്തിലെ ബി.ജെ.പിക്ക് വെല്ലുവിളിയാകുന്നത്. ഇതിനിടയിലാണ് സിനിമാ സംഘടനയായ AMMA-യുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കെതിരെ വലിയൊരു ആരോപണം ഉയർന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കായി നടി ശ്വേതാ മേനോൻ വഴി ബി.ജെ.പി 2 കോടിയോളം രൂപ AMMA എന്ന സംഘടനയ്ക്ക് നൽകി എന്നതായിരുന്നു ആ ആരോപണം. ഈ വിവാദം വലിയ ചർച്ചയായതോടെ S. സുരേഷ് പ്രതികരണവുമായി രംഗത്തെത്തി. അമ്മയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടില്ലെന്നും ഇടനിലക്കാരെ വെച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഈ പ്രതിസന്ധികളെല്ലാം നേരിടുമ്പോഴും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് സ്വന്തമായുള്ള നേതാവാണ് അദ്ദേഹം. മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗിക്കുമെന്ന കണക്കുകൂട്ടലാണ് ബി.ജെ.പി നേതൃത്വം അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇത്രയും വലിയ വിഭാഗീയതയും അഴിമതിയും നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനോ മാധ്യമങ്ങളെ കാണാനോ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല. പുതുതായി വിജയിച്ച MLA-മാർ മാത്രമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി.ജെ.പിയെ ന്യായീകരിക്കുന്നത്. നേതൃത്വത്തിന്റെ ഈ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഒരു കൂട്ടം നേതാക്കൾ പാർട്ടിയെ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സായി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ ബി.ജെ.പി ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം പിന്നോട്ടടിക്കുന്ന അഴിമതിയുടെ കൂത്തരങ്ങായി പാർട്ടി മാറുകഴിഞ്ഞു. ഈ അഴിമതി കഥകൾ ബി.ജെ.പിയുടെ കേരളത്തിലെ ഭാവി എങ്ങനെ മാറ്റിയെഴുതുമെന്ന് കണ്ടു തന്നെ അറിയണം.